മത്സരമാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ നടക്കുക. നിലവിൽ LDFന് മികച്ച ആധിപത്യമാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തെരുവുനായ ആക്രമണവും കുടിവെള്ള പ്രശ്നവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വിധി എഴുതുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കും. നടരാജ് പ്രശ്നമുണ്ട്, വിവരങ്ങൾ നൽകാൻ. നടരാജ്, വീണ്ടും ആധിപത്യം ഉറപ്പിക്കുമോ LDF ചൂണ്ടിക്കാട്ടുന്ന വികസനങ്ങൾ എന്തൊക്കെ, ഒപ്പം UDF പറയുന്ന LDFന്റെ വികസന വിരുദ്ധത എന്തൊക്കെയാണ് മുന്നണികളുടെ തയ്യാറെടുപ്പുകൾ? വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ മുന്നണികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആകെ നിലവിലുള്ളത് 29 ഡിവിഷനുകളാണ്. ഇത്തവണ ഈ സീറ്റ് വിഭജനമൊക്കെ വന്നതോടുകൂടി ഒരു സീറ്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 30 ഡിവിഷനുകൾ ഇത്തവണ ഉണ്ടാകും. നിലവിലെ സീറ്റ് പ്രകാരം 29-ൽ 24 LDFനൊപ്പമാണ്. അതിൽ തന്നെ CPMന് 12 സീറ്റുണ്ട്, CPIക്ക് 10 സീറ്റുണ്ട്, NCPക്ക് 1 സീറ്റും LJDക്ക് 1 സീറ്റുമാണ് ഉള്ളത്. UDFന് 5 സീറ്റുകളാണുള്ളത്. UDF ജില്ലാ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ളൊരു റെപ്രസെന്റേഷൻ അവർക്കില്ല എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ തവണ വലിയ വിജയമാണ് LDF നേടിയത് ജില്ലാ പഞ്ചായത്തിൽ എന്ന് പറയേണ്ടി വരും. UDFന്റെ 5 സീറ്റുകളിൽ കോൺഗ്രസിന് 4 സീറ്റും മുസ്ലിം ലീഗിന് 1 സീറ്റുമാണുള്ളത്. ഇപ്പോൾ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 2 മുന്നണികളിലും ഘടക കക്ഷികൾ കൂടുതൽ സീറ്റുകളൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഇന്നും നാളെയൊക്കെയുമായി ഇത് സംബന്ധിച്ച ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇരു മുന്നണികളിലും പാർട്ടികൾ തമ്മിൽ, പ്രത്യേകിച്ച് UDFിലൊക്കെ തന്നെയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അക്കോമഡേറ്റ് ചെയ്യണം, മുസ്ലിം ലീഗുണ്ട്, കോൺഗ്രസ് തന്നെയുണ്ട്, ഇവരൊക്കെ തന്നെ സീറ്റ് ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. CPI, NCP, LJD തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ അവിടെയും ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും പ്രാദേശിക വിഷയങ്ങൾ നിരവധി ചർച്ചയ്ക്ക് വരും വോട്ടിങ്ങിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ദേശമംഗലം, വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള നഗരസഭകൾ പെടുന്ന സ്ഥലം, അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരുവുനായ പ്രശ്നം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇവിടെ മാത്രമല്ല, ചാവക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിത്യസംഭവങ്ങളായി മാറുകയാണ്. ഇതൊക്കെ തന്നെ നഗരസഭയാണെങ്കിലും ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വോട്ടർമാർ ഈ വിഷയങ്ങളോടൊക്കെ തന്നെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, റോഡ് പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് CPMനെ പഴിക്കുന്നത് കാര്യം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഈ ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റുമൊക്കെ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള പണം അനുവദിച്ചു കൊടുക്കുന്നതിലൂടെയാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നതെന്നും ഒരു വമ്പൻ പ്രൊജക്ടുകളുടെ ക്ഷാമമുണ്ടെന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല, മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതിന് നിരവധി പദ്ധതികളും ഇവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പോരാട്ടം ഇത്തവണ നടക്കും. കാരണം 5 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഡേവിസ് മാസ്റ്റർ മാറി CPIയുടെ പ്രിൻസ് അധ്യക്ഷ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു മുഖമാറ്റം സംഭവിച്ചിട്ടുണ്ട്, മുന്നണി സംവിധാനത്തിലാണ്. എന്തായാലും പഴയൊരു സ്ഥിതിയല്ല ഇപ്പോൾ, തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ തന്നെ കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വോട്ടർമാരുടെ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണും.